അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറേയില്ല. അമ്മ എപ്പോഴും കരച്ചിലായിരുന്നു. സഹിക്കാൻ പറ്റിയില്ല. എന്റെ ഫാമിലിയിൽ ആർക്കും സമാധാനം ഇല്ലാതായി എന്നറിയാം. അതുകൊണ്ട് അവർക്ക് നാണക്കേടുണ്ടാവില്ലല്ലോ. ഞാൻ ഇറങ്ങി. ഞാൻ ചെന്നൈയിലെത്തി. പല ജോലികളും ചെയ്തു. എന്നിട്ടും ഫിറ്റാവുന്നത്രയും കുടിക്കാനുള്ള പണം തികഞ്ഞില്ല. കുടിക്കാനല്ലേ ജോലി ചെയ്യുന്നത്. കുടിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാന്ന് പബ്ബിൽ ജോയിൻ ചെയ്തു. ഫ്രണ്ട്സ്. ലൈഫ് സ്റ്റൈല് തന്നെ മാറി. കുറെ സമ്പാദിച്ചു. ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഒരു ദിവസം എന്റെ അമ്മയെ സ്വപ്നം കണ്ടു. ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല. അവർക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലോ എന്നുള്ള ഒരു വേദന എനിക്ക് തോന്നി. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ജീവിതം മതിയാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് എന്റെ ലൈഫിലേക്ക് ദിവ്യ വന്നത്. ദിവ്യ, ഞാനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരേ ഒരു പ്രാവശ്യം കൂടെ കിടന്നാ മതി. പിന്നീട് ഞാൻ നിർബന്ധിക്കുകയില്ല. പ്ലീസ്, നീ എവിടെ വരണ്ടെന്ന് ഞാൻ പറയാം. ഞാനൊരു 10 മിനിറ്റിൽ വരാം. ദിവ്യേ, നീ എന്നെ സന്തോഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ നീ ഒരിക്കലും സന്തോഷത്തോട്ടിരിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. Hey Divya. Hey, who are you, man? My girlfriend is on the way, man. Go, 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 go. ആരുടെ ഫോൺ അടിക്കുന്നത്? എന്താ എന്റെ ഫോൺ അടിക്കുന്നത്? അതിനിപ്പോ എന്താ? അപ്പം നിന്നെയാണ് അടിക്കണ്ടേ? ഹലോ, അത് എന്റെ ഫോണാ. ഓക്കെ, അഡ്രസ് പറഞ്ഞാൽ മതി, കൊടുത്തേക്കാം. വേണ്ട, എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണം. എന്തിന്? പ്ലീസ്. ഹായ്, ഐ ആം ദിവ്യ. താങ്ക്സ്. അവൻ എന്റെ കാല് പിടിച്ച് കെഞ്ചി ഇനി ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞു ഓടിക്കളഞ്ഞു. ഇപ്പൊ ഓക്കെ ആണല്ലോ. Now I am very happy because of you. ഫസ്റ്റ് ടൈം ഞാൻ കാരണം ഒരു പെണ്ണിന് സന്തോഷമുണ്ടായി. ദിവ്യയെ കാണുമ്പോഴൊക്കെ എന്റെ ഉള്ളിലെ സ്ട്രഗിളിങ് സൈലന്റ് ആയി തുടങ്ങി. ലിക്കർ കുടിക്കുന്ന സ്ഥലത്ത് അവളിരുന്ന് ജ്യൂസ് കുടിച്ചു. അവൾ എന്നെ കാണാനാണ് വന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ദിവസം അവൾ തുറന്നു പറഞ്ഞു, I love you. ഐ ടു ലവ് യു എന്ന് പറയാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അത്രയ്ക്ക് വൃത്തികെട്ടവനാ. പക്ഷെ അവളെ വിടാനും മനസ്സില്ല. ലവ് എല്ലാത്തിനെയും മാറ്റുമെന്ന് പറയാറുണ്ട്. അത് എന്റെ ഉള്ളിൽ ഉണ്ടായപ്പോഴാ സത്യമാണെന്ന് മനസ്സിലായത്. കുടിക്കുന്നത് നിർത്തി. അപ്പോഴാണ് കൂടുതൽ കുടിക്കണമെന്ന് തോന്നിയത്. ട്രീറ്റ്മെന്റ് എടുത്തു. ഞാൻ പുതിയ ആളായി മാറി. എത്ര പ്രാവശ്യം പറഞ്ഞു? ഒരു ദിവസം അവളെ അടിച്ചു. അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ടെൻഷൻ കൊണ്ട് ഒരുപാട് കുടിച്ചു. ദിവ്യയോട് സോറി പറയാൻ പോയി. കാലത്ത് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അന്ന് രാത്രി 2 പേരെ ആക്സിഡന്റിൽ കൊന്നെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ മദ്യപിച്ച് ബ്ലോക്ക് ഔട്ട് സ്റ്റേജിലാണ്. ഈ സ്റ്റേജിലുള്ളവർക്ക് കുടിച്ചാൽ എന്ത് ചെയ്തു എന്ന് ഓർമ്മ വരില്ല. പാവ എന്റെ ദിവ്യ എന്നെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ നിന്നും കേസെന്നും പറഞ്ഞ് കുറെ നടന്നു. എനിക്കവളെ നന്നായി നോക്കണം. എനിക്ക് എന്റെ ലൈഫ് വേണം. ആ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ബ്ലാക്ക് ഔട്ട് സ്റ്റേജിൽ ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും. സോറി, ഡോണ്ട് ഷൂട്ട് മീ. ബ്ലാക്ക് ഔട്ട് സ്റ്റേജിൽ റേപ്പ് ചെയ്തെന്ന് പറയും. അത് ഞാൻ ക്ഷമിക്കണോ അല്ലേ? എന്താ ഒരുപാട് ഫീലിങ്സോടെ കഥ പറഞ്ഞ് സെന്റിമെന്റൽ ആയിട്ട് എസ്കേപ്പ് ആവാൻ നോക്കുക? ഇല്ല, നീ ഒരു സെന്റിമെന്റ് ഇഡിയറ്റ് ആയിരിക്കാം, ഞാനല്ല. ഹേയ്, please, don't shoot, please, Charu, don't shoot, please, Charu, please. John. ആരാ അവള്? ജോണിന്റെ വൈഫ്. John.
നിന്റെ ജീവൻ മാത്രം എടുത്താലൊന്ന് ഡിസൈഡ് ചെയ്തിരിക്കുക. നീ എന്തെങ്കിലും ഒന്ന് കൺവേ ചെയ്യാൻ നോക്കിയാലുണ്ടല്ലോ, നിന്റെ ബോഡിയിലെ പാച്ചൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് ജീവൻ മാത്രം വിട്ടുവെക്കും. ലൈഫ് മുഴുവനും നീ നരകിക്കും. പോ. എന്തു പറ്റി ഹുസൈൻ? ജോൺ എവിടെ? ജോൺ, 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 എന്തു പറ്റി ജോൺ? എഴുന്നേൽക്ക് ജോൺ. ജോൺ, ജോൺ, എന്താ ജോൺ? ജോൺ, ആരാണ് അതിനെ അടിച്ചേ? ഞാൻ അടിച്ച്. You bloody bitch! എന്തിനാടി അവിടെ അടിച്ചേ? മൈൻഡ് യുവർ വേർഡ്സ്. അവൻ എന്നെ റേപ്പ് ചെയ്തു, അതുകൊണ്ട് ഞാൻ അടിച്ചു. ചാൻസ് ഇല്ല, അവൻ അങ്ങനെ ചെയ്യില്ല. ലെവൽ അറിയാത്ത കുടിക്കും, ദേഷ്യപ്പെടും, തല്ലുകൂടും. പക്ഷെ എന്നെ അല്ലാതെ വേറെ ഒരു പെണ്ണിനെയും തൊടില്ല. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണോ? അവനോട് എന്നെ ചോദിക്ക്. ജോൺ, ഇല്ലാന്ന് പറയൂ ജോൺ, ഇല്ലാന്ന് പറയൂ ജോൺ, ഇല്ലാന്ന് പറയൂ ജോൺ, പ്ലീസ് ഇല്ലാന്ന് പറയടാ. അറിയില്ല ദിവ്യ, നിന്നെ ഇഷ്ടപ്പെട്ട സെക്കൻഡ് മുതല് നിനക്ക് വേണ്ടി എന്റെ ലൈഫ് ഞാൻ സാക്രിഫൈസ് ചെയ്തതാ. നീ ഒരു ദിവസം, ഒരു നിമിഷം, ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എത്രയോ തവണ കുടിച്ചിട്ട് വന്ന് ബെഡിലെ മൃഗത്തെ പോലെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി സഹിച്ചു. ബിക്കോസ് നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു. ബെഡിൽ നിനക്ക് ബോറടിക്കാൻ തുടങ്ങിയല്ലേ, അതുകൊണ്ടല്ലേ പോയത്. നിന്റെ കൂടെ ലൈഫ് പാർട്ട്ണറായി ജീവിക്കുന്നത് വെറുതെയാ. ദിവ്യ, ദിവ്യ, സോറി, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. ഞാൻ തന്നെ പോലീസിനെ വിളിക്കാം. ഏ ചേ, ഫോണ് കട്ടിയിടി. ഹലോ, ഏയ്, കട്ട് ചെയ്യാനല്ലേ പറഞ്ഞേ? അവന് ഞാനേ കൊല്ലുള്ളൂ. ഫോൺ കട്ടിയേ, കട്ടിയേ. ഏയ് ദിവ്യ, ഫോൺ കട്ടിയേ, അവന് ഷൂട്ട് ചെയ്യും. അത്രയ്ക്ക് സ്നേഹമാണല്ലേ? ഏ ഓടി. ഏയ് വേണ്ട ചാരു, ആ? വേണ്ട ചാരു. എടാ ഹുസൈൻ, റേപ്പ് ചെയ്യടാ അവളെ. എന്താടാ മിഴിച്ചു നിൽക്കുന്നേ? ചെയ്യടാ. പ്ലീസ് 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 ചാരു, ഹുസൈനെ വേണ്ട, അവളെ ഒന്നും ചെയ്യരുത്. ഇവിടെ പറയുന്നത് കേൾക്കരുത്. എടി, നീ ഞാനും തമ്മിലെ പ്രശ്നം. അവളെ ഒന്നും ചെയ്യരുത്. അവളെ ലൈഫിൽ എനിക്ക് വേണ്ടി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അവൾക്കൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ് അവളെ വിളിച്ചാരു. എനിക്ക് നടന്ന ടേക്ക് ഇറ്റ് ഈസി, നിന്റെ വൈഫിന് നടന്ന വേദന, എന്റെ വേദന നീ അറിയണമല്ലോ. എടാ ഹുസൈൻ. ഏയ് വേണ്ട ഹുസൈൻ, ദേഷ്യം പിടിച്ച് നിൽക്കുക ഞാൻ. ഓക്കെ, ഞാൻ ചെയ്യാം ചെയ്യാം. നിന്നോട് അപ്പോഴേ പറഞ്ഞതാ പോവാന്ന്, നീ കേട്ടില്ല. നോ ഹുസൈൻ, വേണ്ടടാ. വേണ്ട ഹുസൈൻ, നോ ഹുസൈൻ, വേണ്ട. പോടാ, പുറകോട്ട് പോടാ. പോ. വേണ്ട. റേപ്പ് ചെയ്യടാ. വാടാ.
പറടാ. ഫ്രണ്ടിന്റെ വൈഫാ. മൂഡ് വരുന്നില്ല.